ചരിത്രം എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമ്മൾ വൈരാഗ്യം തീർക്കാനുള്ള ഒരു പരിപാടിക്കല്ല ചരിത്രം പഠിക്കുന്നത്. എങ്കിൽ നമ്മൾ പ്രതികാരം തീർക്കുന്നതിന് വേണ്ടിയല്ല ഒരിക്കലും ചരിത്രം എഴുതപ്പെടുന്നത്. അപ്പം RSSനെ സംബന്ധിച്ച് അല്ലെങ്കിൽ സംഘപരിവാർ ആളുകളെ സംബന്ധിച്ച് ചരിത്രം എന്ന് പറഞ്ഞാൽ പ്രതികാരം തീർക്കുക. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ബാബറി മസ്ജിദ് വരുന്നത്. പാഠപുസ്തകങ്ങൾ തിരുത്തുക എന്ന് പറഞ്ഞാൽ എല്ലാ പാഠപുസ്തകങ്ങളും അങ്ങനെ കാര്യമായി തിരുത്തുന്നില്ല. അവർ നിരന്തരമായി തിരുത്തിക്കൊണ്ടിരിക്കുന്ന പാഠപുസ്തകങ്ങൾ ചരിത്ര പാഠപുസ്തകങ്ങൾ മാത്രമാണ്. ഒന്ന് അംബേദ്കറിനെ ഇവർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ്. രണ്ടാമത് ഇവർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ചരിത്രം എന്ന് പറയുന്നത് ജാതി സംവരണത്തിനപ്പുറമായി സാമ്പത്തിക സംവരണമാണ് ഇവിടെ വേണ്ടത് എന്നുള്ളതിനെ സ്ഥാപിച്ചെടുക്കുന്ന ഒരു പദ്ധതി തന്നെയാണ് ഈ ഉപസംവരണം എന്ന് പറയുന്നത്. അതേസമയം അതൊരു ഉപസംവരണത്തിലൂടെ ഒരു മെച്ചപ്പെട്ട ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നതെങ്കിലും ഒക്കെ നമുക്കതിനെ അംഗീകരിക്കാം. പക്ഷെ അത് ഉപസംവരണത്തിലൂടെ ഒരിക്കലും അതൊരു ഈ വേറൊരു തരം വിവേചനം അവിടെ സൃഷ്ടിക്കുന്നു. അതൊരു സൊല്യൂഷൻ അല്ല ഒരിക്കലും ഇത് മേൽത്തട്ടിൽ മാത്രമല്ല ഈ ജാതിയുടെ പ്രശ്നം നിലനിൽക്കുന്നത്, താഴെത്തട്ടിലും വളരെ ശക്തമാണ്. ഇന്ത്യയുടെ ഒരു ചരിത്രം വിഭാവന ചെയ്യപ്പെട്ടപ്പോൾ അത് ദേശീയതയെക്കുറിച്ചാണെങ്കിലും അല്ലെങ്കിൽ കൊളോണിയൽ മോഡേണിറ്റിയുടെ പരിസരത്തിലാണെങ്കിലും ഈ മനുഷ്യാന്തസ് ഒരു പ്രധാന സങ്കല്പമല്ലായിരുന്നു ഇവരെ സംബന്ധിച്ച്. ഭൂതകാലത്തെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ ഇതും വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് അൺടച്ചബിലിറ്റിയുടെ അല്ലെങ്കിൽ ഐത്തത്തിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലമുള്ള ഇന്ത്യയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഇത് ഹ്യൂമൻ ഡിഗ്നിറ്റി വളരെ പ്രധാനപ്പെട്ടതാണ്. ആളുകളുടെ ഒരു പ്രധാന തെറ്റിദ്ധാരണ ഏതാണ്, ഇത് താഴ്ന്ന ജാതിക്കാരെ കുറിച്ച് ഇങ്ങനെ പറയുകയും അവരുടെ കുറേ കണ്ണീരും കിനാവും പറഞ്ഞ് വെക്കുന്നതാണ് ദളിത് ഹിസ്റ്ററി എന്നുള്ളത്. ഇത് വളരെ കൃത്യമായ ഒരു മെത്തഡോളജിയിലും വളരെ കൃത്യമായ സിദ്ധാന്തങ്ങളുടെ അടിസ്ഥാനത്തിലും ഇന്റർ ഡിസിപ്ലിനറി അപ്രോച്ചിലും എഴുതപ്പെട്ട ഒരു അക്കാദമിക ബ്രാഞ്ച് തന്നെയാണ് ദളിത് ചരിത്രം എന്ന് പറയുന്നത്. മറ്റ് തരത്തിലുള്ള ചരിത്രം, ഇപ്പം കേരളത്തിൻ്റെ ചരിത്രം എഴുതുന്നു, ഇപ്പം നമ്മൾ വായിച്ചു വരുന്ന വ്യവസ്ഥാപിതമായ ചരിത്രം എന്ന് പറയുന്നതിനെ അത്ര കാര്യമായി ഒരു വിമർശനത്തിന് വിധേയമാക്കിയ ഒരു രീതി ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഇല്ലല്ലോ. ഇപ്പോൾ ഈ ദളിത് ചരിത്രത്തെ ഏത് രീതിയിലാണ് ഈ പറയുന്ന ചരിത്രകാരന്മാർ കാണുന്നത്? ദളിത് ചരിത്രം എന്ന് പറഞ്ഞൊരു ചരിത്ര ശാഖ ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ഇത് പലപ്പോഴും ഹിസ്റ്ററി എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു പ്രധാന സങ്കല്പത്തിനെ അല്ലെങ്കിൽ ചില സിദ്ധാന്തങ്ങളെ കേന്ദ്രമാക്കിക്കൊണ്ടാണ്. ഇപ്പോൾ മാർക്സിസ്റ്റ് ഹിസ്റ്ററി സ്വാഭാവികമായിട്ട് നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തങ്ങളെ അധിഷ്ഠിതമാക്കിക്കൊണ്ട് തന്നെ വികസിച്ചു വരുന്നു. അല്ലെങ്കിൽ പല രീതിയിലാണ്. ഇപ്പോൾ പഴയ ഒരു ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഹിസ്റ്ററി റൈറ്റിങ്ങിൻ്റെ ഒരു ഹിസ്റ്ററി പരിശോധിക്കുമ്പോൾ ഗ്രേറ്റ് മാൻ തിയറി എന്ന് പറയുന്ന തോമസ് കാലയെ പോലുള്ള ആൾ, അപ്പോൾ അദ്ദേഹമൊക്കെ പറഞ്ഞ് നമ്മൾ ഒരു സൊസൈറ്റിയെ പഠിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഭൂതകാലത്തെക്കുറിച്ച് അന്വേഷിക്കുകയാണെങ്കിൽ ആ ഒരു പ്രദേശത്തെ ഏറ്റവും വലിയ ആളെക്കുറിച്ച് അല്ലെങ്കിൽ അവിടുത്തെ രാജാവിനെ കുറിച്ചോ ഏറ്റവും ടോപ്പായിട്ടുള്ള ഒരു ലീഡറെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ, ഒരു ഗ്രേറ്റ് മാനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ ആ സമൂഹത്തിൻ്റെ ഹിസ്റ്ററി കിട്ടുമെന്ന് പറയുന്നു. പിന്നീട് നമ്മൾ ഹിസ്റ്ററി ഫ്രം ബിലോ എന്നുള്ള രീതിയിൽ EP തോംസനെ പോലുള്ള ബ്രിട്ടീഷ് ഹിസ്റ്റോറിയന്മാരുടെ ഒരു മാർക്സിസ്റ്റുകാരായിട്ടുള്ള ലേബർ ഹിസ്റ്റോറിയന്മാർ വരുന്നു. അവർ താഴെത്തട്ടിൽ ഹിസ്റ്ററി ഫ്രം ബിലോ എന്നുള്ളൊരു സങ്കല്പത്തെ പറയുന്നു. അല്ലെങ്കിൽ ഇപ്പം പിന്നീട് നമ്മൾ സബാൾട്ടൻ സ്റ്റഡീസ് പോലുള്ള കാര്യങ്ങൾ വരുമ്പോൾ അവിടെയും ഈ പറഞ്ഞ പോലെ ഗ്രാംഷി എന്ന് പറഞ്ഞ പൊളിറ്റിക്കൽ ഫിലോസഫറുടെ സിദ്ധാന്തങ്ങളെ അധിഷ്ഠിതമാക്കിക്കൊണ്ട് അവിടെയും ഹിസ്റ്ററി ഫ്രം ബിലോ എന്നുള്ളൊരു സബാൾട്ടൻ എന്നുള്ള രീതിയിലുള്ള അന്വേഷണങ്ങൾ. അപ്പോൾ ഇങ്ങനത്തെ രീതിയിലാണ് എപ്പോഴും ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു പ്രധാനമായ ഇത്തരത്തിലുള്ള ചില കൺസെപ്റ്റുകളെ വികസിപ്പിക്കുക അല്ലെങ്കിൽ അതിനെ കേന്ദ്രത്തിൽ നിർത്തിക്കൊണ്ടുള്ള ഭൂതകാല അന്വേഷണങ്ങളും വിശകലനങ്ങളുമാണ്. അപ്പോൾ ദളിത് സ്റ്റഡീസ് എന്ന് പറഞ്ഞാൽ അവർ പ്രധാനമായും മുൻപോട്ട് വെച്ചത് ഇപ്പോൾ അതിൻ്റെ രാംനാരായൺ റാവുത്ത് അല്ലെങ്കിൽ K സത്യനാരായണ, നമ്മുടെ നാട്ടിലെ P സനൽമോഹൻ സാർ, അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളാണ് അതിൻ്റെ ഒരു പ്രധാന വക്താക്കൾ. അപ്പോൾ അവർ പ്രധാനമായും മുൻപോട്ട് വെച്ചൊരു വാദം, അതായത് ഇന്ത്യയുടെ ഒരു ചരിത്രം വിഭാവന ചെയ്യപ്പെട്ടപ്പോൾ അത് ദേശീയതയെക്കുറിച്ചാണെങ്കിലും അല്ലെങ്കിൽ കൊളോണിയൽ മോഡേണിറ്റിയുടെ പരിസരത്തിലാണെങ്കിലും ഈ മനുഷ്യാന്തസ് ഒരു പ്രധാന സങ്കല്പമല്ലായിരുന്നു ഇവരെ സംബന്ധിച്ച്. നിലവിലെ ചരിത്ര രചനകൾക്ക് ഹ്യൂമൻ ഡിഗ്നിറ്റിയും അംഗീകാരവും മനുഷ്യൻ്റെ അന്തസ്സും മനുഷ്യൻ്റെ അംഗീകാരവും സമത്വവും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും തന്നെ ഒരു പ്രധാന വസ്തുതയായിട്ട് ആളുകൾ പരിഗണിച്ചിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഭൂതകാലത്തെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ ഇതും വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് അൺടച്ചബിലിറ്റിയുടെ അല്ലെങ്കിൽ ഐത്തത്തിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലമുള്ള ഇന്ത്യയെക്കുറിച്ച് ആലോചിക്കുമ്പം ഇത് ഹ്യൂമൻ ഡിഗ്നിറ്റി വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഇതിനെ കേന്ദ്രത്തിൽ നിർത്തിക്കൊണ്ടുള്ള അന്വേഷണങ്ങൾ, ബാക്കി എല്ലാവരും ഒരു മെറ്റീരിയൽ അപ്രോച്ചുകളാണ് പരിശോധിക്കുന്നത്. എന്നാൽ ഇത് അതിൽ നിന്ന് വ്യത്യാസപ്പെട്ടിട്ട് മനുഷ്യൻ്റെ മാനസികപരമായിട്ടുള്ള മാറ്റങ്ങളും അതിനോടനുബന്ധമായിട്ട്, ഇപ്പോൾ ഉദാഹരണത്തിന് ഇദ്ദേഹത്തിൻ്റെ മോഡേണിറ്റി ഓഫ് സ്ലേവറി പോലുള്ള പുസ്തകങ്ങളൊക്കെ പരിശോധിക്കുമ്പോഴും അവിടെ ഇമാജിൻ ഇക്വാളിറ്റി എന്നുള്ള സങ്കല്പമാണ്, സമത്വം വിഭാവന ചെയ്യലാണ്. അപ്പോൾ അത്തരത്തിലുള്ള നിരീക്ഷണങ്ങൾ ഹിസ്റ്ററിയിൽ അവതരിപ്പിച്ചു എന്നുള്ളതാണ് ദളിത് ഹിസ്റ്ററിയുടെ ഒരു പ്രധാനപ്പെട്ട സംഭാവന എന്ന് പറയുന്നത്. അതല്ല ഇത് കേവലമായ ഒരു ജാതിവാദം മുന്നോട്ട് വെക്കുന്നതോ അല്ലെങ്കിൽ കുറേ പട്ടികജാതിക്കാരെ കുറിച്ച് അങ്ങ് കൂടുതലായിട്ടങ്ങ് പഠിച്ചേക്കാമോ എന്നുള്ള രീതിക്ക് പറയുന്ന ഒരു പഠന ശാഖയല്ല ദളിത് ഹിസ്റ്ററി. അതാണ് ആളുകളുടെ ഒരു പ്രധാന തെറ്റിദ്ധാരണ. ഏതാണ്, ഇത് താഴ്ന്ന ജാതിക്കാരെ കുറിച്ച് ഇങ്ങനെ പറയുകയും അവരുടെ കുറേ കണ്ണീരും കിനാവും പറഞ്ഞ് വെക്കുന്നതാണ് ദളിത് ഹിസ്റ്ററി എന്നുള്ളത്. ഇത് വളരെ കൃത്യമായ ഒരു മെത്തഡോളജിയിലും വളരെ കൃത്യമായ സിദ്ധാന്തങ്ങളുടെ അടിസ്ഥാനത്തിലും ഇന്റർ ഡിസിപ്ലിനറി അപ്രോച്ചിലും എഴുതപ്പെട്ട ഒരു അക്കാദമിക ബ്രാഞ്ച് തന്നെയാണ് ദളിത് ചരിത്രം എന്ന് പറയുന്നത്. അപ്പോൾ അത് ഹ്യൂമൻ ഡിഗ്നിറ്റി എന്ന് പറഞ്ഞ സങ്കല്പത്തെ കേന്ദ്രത്തിൽ നിർത്തിക്കൊണ്ടാണ് ഇവർ അന്വേഷണ വിധേയമാക്കുന്നത്. അപ്പോൾ ഇത് നിലവിലെ ചരിത്രങ്ങളോട്
ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. അതായത് ചരിത്ര രചനയുടെ ഒരു പ്രധാന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുൻ ധാരകളോട് ചോദ്യങ്ങൾ ചോദിച്ചിട്ട് എമർജ് ചെയ്ത് വരുന്നതാണ് ഓരോ ഹിസ്റ്റോറിയോഗ്രാഫിക്കൽ സ്കൂൾ എന്നുള്ളൊരു ടേമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ മാർക്സിസ്റ്റ് സ്കൂൾ എന്നുള്ളൊരു സ്കൂൾ വരുന്നത് അവർ ഈ കൊളോണിയലിസമൊക്കെയായിട്ട് ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഇപ്പുറത്തെ സൈഡിൽ കേംബ്രിഡ്ജുകാർ വന്നിട്ട് ചോദിക്കുന്നു, അല്ലെങ്കിൽ സാമ്രാജ്യത്തെ ചരിത്രകാരന്മാരെന്ന നിലയിൽ അവർ ഇവരോടാണ് ചോദിക്കുന്നത്. മാർക്സിസ്റ്റുകാർ മുൻപോട്ട് വെച്ച വാദങ്ങളോട് കുഴപ്പം പിടിച്ചതാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോൾ ഇനി നിങ്ങൾ രണ്ടുപേരും പറഞ്ഞത് കുഴപ്പമാണെന്നുള്ള രീതിക്കാണ് സബാൾട്ടർ സ്റ്റഡീസ് എന്ന് പറഞ്ഞ ആളുകൾ ചില ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ അതേ ഈ 3 കൂട്ടരും പറഞ്ഞതിനകത്ത് ഭയങ്കര കുഴപ്പമാണെന്നുള്ളതാണ് ദളിത് ഹിസ്റ്ററിയിൽ ഇവരും ചോദിക്കുന്നത്. അപ്പോൾ ഇതൊരു അക്കാദമികമായിട്ട് വളരെ ശക്തമായ രീതിയിൽ നിലനിൽക്കുന്ന ഒരു രചനാ പദ്ധതിയും ഒരു മെത്തഡോളജിയും ഒരു പ്രക്രിയയുമാണ്. അപ്പോൾ ഇത് നമ്മുടെ ഒരു പോപ്പുലർ മനുഷ്യന്മാരുടെ അല്ലെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു സർക്കിളിനെ കുറിച്ച് ഒരു ധാരണയില്ലാത്ത ആളുകൾക്കാണ് ഇത് ജാതിയെക്കുറിച്ച് ഇങ്ങനെ പറയുന്നത്. ഇപ്പം നമുക്ക് തന്നെ അറിയാം, ഈ ദളിത് സാഹിത്യം എന്നൊക്കെ ഉള്ളൊരു രീതിയിൽ ആദ്യകാല ചില പതിപ്പുകളൊക്കെ വന്നപ്പോൾ എനിക്കൊന്ന് ഭാഷാഘോഷയാണ് ആദ്യമായിട്ട് ദളിത് സാഹിത്യ പതിപ്പ് പ്രസിദ്ധീകരിക്കുന്നത്. പിന്നീട് അതിനുശേഷം മാതൃഭൂമിയിലും മാധ്യമമൊക്കെ വരുന്ന സമയത്തുമൊക്കെ അവർ കുറേ ഇത്തരം കാര്യങ്ങൾ വന്നു. അപ്പം അന്നേരം ഒരു കൂട്ടം ആളുകൾ രംഗത്തേക്ക് എത്തി. ഈ ജാതി പറയുന്ന പരിപാടിയാണിത്, ഈ അങ്ങനെയാണെങ്കിൽ ഇത് ഓരോ ജാതിക്കാർക്കും ഓരോ സാഹിത്യമല്ലേ ഉണ്ടാകേണ്ടത് എന്നുള്ളതൊക്കെ പറയുന്നത്. അത് അവർക്ക് അതിനെക്കുറിച്ചുള്ള അറിവില്ലായ്മയാണ് അതിൻ്റെ പ്രശ്നം. അപ്പോൾ ഇത് എന്ന് പറയുന്നത് ഇങ്ങനെ ജാതി പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതല്ല, അല്ലെങ്കിൽ ഇവരെക്കുറിച്ച് ആരും പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് എന്നാൽ കുറച്ച് പട്ടികജാതി വിഭാഗത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന കുറേ മനുഷ്യന്മാരുടെ കുറേ ഹിസ്റ്ററി പറയാം എന്നുള്ള രീതിക്ക് ഉണ്ടായി വന്നൊരു എഴുത്ത് രീതിയല്ല ഇത്. ഇത് വളരെ കൃത്യമായ ദേശീയ പ്രസ്ഥാനങ്ങളും ദേശീയതയും ഇന്ത്യയുടെ ചരിത്ര രചനയിലെ എന്തെല്ലാം മേഖലകളുണ്ടോ അതിനെയെല്ലാം വളരെ കൃത്യമായി അഡ്രസ്സ് ചെയ്തുകൊണ്ട് എമർജ് ചെയ്ത് വന്നിരിക്കുന്ന ഒരു രചനാ പദ്ധതിയാണ്. അപ്പോൾ അത് ഇവിടെ ചലഞ്ച് ചെയ്യുന്നത് ഇവർ കേന്ദ്രത്തിൽ നിർത്തുന്ന ഒരു പ്രധാന സങ്കല്പം ഹ്യൂമൻ ഡിഗ്നിറ്റി എന്ന് പറഞ്ഞ സങ്കല്പത്തിനെ കേന്ദ്രത്തിൽ നിർത്തുന്നത് ജാതിയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ്. അപ്പം അൺടച്ചബിലിറ്റീനെ കേന്ദ്രത്തിൽ നിർത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ അൺടച്ചബിലിറ്റിയെ കേന്ദ്രത്തിൽ നിർത്തുമ്പോൾ സാധാരണ നമ്മുടെ ആളുകൾ വിചാരിക്കുന്നത് ഇത് ജാതി പറയുന്ന എന്തോ പരിപാടിയാണ്. അപ്പോൾ അതിലൂടെ മാത്രമാണ് നമ്മൾ ഇതൊരു ഹിസ്റ്ററിയിൽ ഒരു പ്രധാനപ്പെട്ട വിങ്ങായിട്ടാണ് നമ്മൾ കാണുന്നത്. എന്ന് വെച്ചാൽ ഇത് പരിപൂർണമായി ശരിയാണോന്നില്ല, ഇതിനും സ്വാഭാവികമായിട്ട് വിമർശനങ്ങളുണ്ടാകും. അങ്ങനെ തന്നെയാണ് നമ്മൾ മനുഷ്യൻ്റെ ഒരു അക്കാദമിക ചരിത്രം പരിശോധിക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് അത് വികസിക്കപ്പെടുന്നതും. അതിനുശേഷം അതിന് നേരെ കുറേ വിമർശനങ്ങൾ വരാം, അതിനുശേഷം അടുത്ത ഇതിലേക്ക് പോകും. അങ്ങനെയാണ് മനുഷ്യൻ്റെ ഒരു അക്കാദമിക സർക്കിൾ ഇങ്ങനെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെ മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ടാണ് നമ്മളൊരു ദളിത് ചരിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ജാതി പറയുന്നവരാണ് എന്നുള്ളൊരു കാര്യം. ഇപ്പോൾ മാനവികത അല്ലെങ്കിൽ മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു സംഗതിയെ പ്രത്യേക ഒരു ഫിലോസഫി ആക്കിക്കൊണ്ട് നടത്തുന്ന ഒരു പഠന രീതിയാണ് ദളിത് ചരിത്രം എന്ന് പറയുന്നത്. അപ്പോൾ ചരിത്രത്തിൽ സംഘപരിവാർ ഇടപെടുമ്പോൾ ഇതിനെന്താണ് സംഭവിക്കുന്നത്? ചരിത്രത്തിൽ അവരിങ്ങനെ നിരന്തരമായി ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. കാര്യം അവരുടെ തന്നെ ഇപ്പോൾ പാഠപുസ്തകങ്ങളിലൊക്കെ ചരിത്രമൊക്കെ പരിശോധിച്ചാലും പ്രത്യേകിച്ച് ഹിസ്റ്ററി പാഠപുസ്തകങ്ങളാണ്. ജനസംഖ്യ പോലുള്ള ആളുകൾ അവരാണ്ട് വരുന്ന സമയത്ത് ആദ്യം R.S. ശർമ്മ എന്ന് പറഞ്ഞൊരു ഹിസ്റ്റോറിയൻ്റെ പുസ്തകമാണ് ഇവരാദ്യം ജനസംഖ്യ, അന്ന് BJP വരുന്നില്ല, ഇവരുടെ ആദ്യമ രൂപം. അപ്പം അവർ ആദ്യം അധികാരത്തിൽ വരുന്ന സമയത്ത് അവർ ഒരു കൂട്ടുകക്ഷി എന്നുള്ള നിലയിലേക്ക് വരുന്ന സമയത്ത് തന്നെ ആദ്യം ഹിസ്റ്ററി പുസ്തകം പുറകോട്ട് വലിക്കുന്നു. പിന്നീട് അതിനെതിരെ പ്രശ്നങ്ങളുണ്ടാകുന്നു. പിന്നീട് വ്യാപകമായ രീതിയിൽ ചരിത്രത്തിൽ തന്നെയാണ് അവർ ഇടപെടുന്നത്. അപ്പോൾ അവരുടെ ഒരു പ്രധാന കേന്ദ്രം പാഠപുസ്തകങ്ങൾ തിരുത്തുക എന്ന് പറഞ്ഞാൽ എല്ലാ പാഠപുസ്തകങ്ങളും അങ്ങനെ കാര്യമായി തിരുത്തുന്നില്ല. അവർ നിരന്തരമായി തിരുത്തിക്കൊണ്ടിരിക്കുന്ന പാഠപുസ്തകങ്ങൾ ചരിത്ര പാഠപുസ്തകങ്ങൾ മാത്രമാണ്. അപ്പോൾ അത് ആണ് ഇവരെ സംബന്ധിച്ചൊരു പ്രധാന പ്രശ്നമായി നിൽക്കുന്നത്. ഇപ്പം ഇവർ പറഞ്ഞു കൊടുക്കുന്ന അല്ലെങ്കിൽ ഇവർ പറയുന്ന ഒരു ഭൂതകാലം, അത് അതിൻ്റെ രസകരമായ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ പറയാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ ഇവർ തെറ്റിദ്ധരിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഹിസ്റ്ററി എന്ന നിലയ്ക്ക് പറയുന്നത് അത് ഒരു ബ്രിട്ടീഷ് നിർമ്മിതിയാണ്. അതിനെക്കുറിച്ച് പല ആളുകളൊക്കെ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ റോമില താപ്പറൊക്കെ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ പറഞ്ഞിട്ടുണ്ട് ബ്രിട്ടീഷുകാരുടെ ഒരു ചരിത്രം നിർമ്മിക്കാത്ത പ്രശ്നം എന്താണെന്നും അവർ ഗ്ലോറിഫൈ ചെയ്യാൻ ശ്രമിച്ച ഇന്ത്യ എന്താണ് എന്നുള്ളൊരു കാര്യം വളരെ കൃത്യമായി അക്കാദമികമായി തന്നെ തെറ്റാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ ആ തെറ്റിനെയാണ് ഇവരെടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കേരളത്തിൻ്റെ ഒരു കോണ്ടക്സ്റ്റിൽ നമ്മൾ കാണുന്ന ഇവർ ഇത്തരത്തിലുള്ളൊരു പ്രചരണം നുണപ്രചരണങ്ങളും കാര്യങ്ങളുമാണ് പറഞ്ഞത്. ഇപ്പോൾ എൻ്റെ തന്നെ ഒരു വ്യക്തിപരമായ ഒരു അനുഭവം പറഞ്ഞായിരുന്നു. ഞാൻ ഈ സ്ലേവറി എന്ന് പറഞ്ഞ വിഷയത്തിലാണ് ഗവേഷണമൊക്കെ കഴിഞ്ഞത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഈ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ ചില ലേഖനങ്ങളൊക്കെ എഴുതുകയൊക്കെ ഉണ്ട്. അപ്പം സ്വാഭാവികമായിട്ടും മാതൃഭൂമിയിലാണ് എഴുതിയ സ്ഥിതിക്ക് അതിൻ്റെ അത് തന്നെയാണ് അതിനൊരു മറുപടി എന്നുള്ളത്. എന്നാൽ അടിമത്തം കേരളത്തിൽ ഇങ്ങനത്തെ സിസ്റ്റം ഉണ്ടായിരുന്നു, അതുപോലെ ബ്രിട്ടീഷുകാരെ മിഷണറി പ്രസ്ഥാനങ്ങൾ ഇമാതിരി കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതുമായി കുറേ ലേഖനങ്ങൾ വന്നായിരുന്നു അടുപ്പിച്ച്. അപ്പോൾ അതിൻ്റെ കോണ്ടക്സ്റ്റിൽ ഈ മറുപടി എന്നുള്ള നിലയിൽ ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് അയച്ചു തന്നു. അപ്പോൾ അന്നേരം നോക്കുമ്പോൾ കേസരിക്കകത്താണ് ഒരു മറുപടി വരുന്നത്. അപ്പോൾ കേസരിയിൽ അവരിങ്ങനെ ഒരു യുവചരിത്രകാരന്മാരോട് ഇവരെയൊക്കെ കൂവി ഇരുത്തേണ്ടതാണ് എന്നൊക്കെ പറഞ്ഞ് എഴുതി. ആദ്യം ചെറിയൊരു പാരഗ്രാഫിൽ, അതായത് ഓരോ വീക്കിലികളിലും പത്രങ്ങളിലുമൊക്കെ വന്ന പ്രസക്തമായ വാർത്തകളും ലേഖനങ്ങളെയൊക്കെ അവരുടെ ഓഡിയൻസിന് പരിചയപ്പെടുത്തി കൊടുക്കുന്ന ഒരു കോളമാണ് ഈ കേസരിക്കകത്ത്. അപ്പോൾ അങ്ങനെ പറഞ്ഞു. അതിനുശേഷം പിന്നീട് അത് ചെറിയൊരു കോളത്തിലാണ്.
അപ്പോൾ അതിനുശേഷം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനുമാണ് ഞാൻ ഇച്ചിരൂടെ ദീർഘമായിട്ടുള്ളൊരു ലേഖനം, ഈ പ്രാദേശിക അടിമ ചന്തകളെക്കുറിച്ചൊക്കെയുള്ള ലേഖനം, ഈ അടിമക്കച്ചവടത്തിൻ്റെ കോടതി വ്യവഹാരങ്ങളും അവരുടെ സംഭാഷണങ്ങളൊക്കെയാണ്. അപ്പോൾ അതിനും ഈ പറഞ്ഞ പോലെ മറുപടി എന്നെ ശരിക്കും പറഞ്ഞാൽ അതിശയിപ്പിച്ചു. അതിൻ്റെ ഏറ്റവും ഇഷ്ടം അത് ഓരോ വരിയും എടുത്തിട്ട് അവർ കേസരിയിൽ ലേഖനം എഴുതി. അപ്പോൾ അത് ഈ പറയുന്ന മുഴുവൻ നുണയാണെന്നാണ് അവർ പറയുന്നത്. അതായത് നമ്മൾ ഈ തെളിവുകൾ നിരത്തി പറയുന്ന, അല്ലെങ്കിൽ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യൻ സാഹചര്യത്തിൽ ഈ അടിമത്ത സമ്പ്രദായം എന്ന് പറയുന്നത് വളരെ ശക്തമായിരുന്നെന്നും ഈ അന്നത്തെ എല്ലാ മതങ്ങളും ഒരേപോലെ ഈ മനുഷ്യരെ വിറ്റിരുന്ന കേന്ദ്രങ്ങളായിരുന്നു എന്നും നമ്മൾ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പറയുന്നു. അപ്പോൾ ഇതെല്ലാം കുഴപ്പമാണ്. ഇപ്പം എന്നിട്ട് അവർ പറയുന്നത് വേറെ ചില ആളുകൾ സന്ദർശിച്ച സമയത്ത് ഇന്ത്യയിൽ ഭിക്ഷക്കാരെ കാണാൻ പോലും ഇല്ല, ഇന്ത്യ ഒരു സ്വർഗരാജ്യമായിട്ടുള്ള നാടായിരുന്നു എന്നാണ് പറഞ്ഞത്. പിന്നീട് പറയുന്നൊരു പ്രധാന വാദം നമുക്കറിയാം, ഈ ബ്രിട്ടീഷുകാർ വന്നതുകൊണ്ടാണ് ഇവിടെ ജാതി വിവേചനം ഉണ്ടായത്, അവർ സെൻസസ് എടുത്തുകൊണ്ടാണ് ഇന്ത്യയിൽ ജാതി ഇത്ര ശക്തമായി മാറിയത്. അപ്പോൾ ഇമാതിരി വളരെ ദുർബലമായിട്ടുള്ള വാദങ്ങളാണ് ഇവർ പറയുന്നത്. അപ്പോൾ അതായത് ഇവർ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി, ഏറ്റവും വലിയ പ്രശ്നങ്ങൾ, ഒന്ന് അംബേദ്കറിനെ ഇവർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ്. രണ്ടാമത് ഇവർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ചരിത്രം എന്ന് പറയുന്ന ഒരു വിഷയമാണ്. അപ്പോൾ ആ ചരിത്രത്തിനെ ഇവർക്ക് തിരുത്താവുന്നതിനൊരു പരിധിയുണ്ട്, എങ്കിലും ഇവർ വിജയിക്കുന്നുണ്ട് ഒരു പരിധിയോളം. കാര്യം ഇവർ വ്യാപകമായി തെറ്റുകൾ ഇങ്ങനെ പ്രചരിപ്പിക്കുന്നതുകൊണ്ട് അവർ വേറൊരു തരത്തിൽ രക്ഷപ്പെട്ടു പോകുന്നു. അവരുടേതായിട്ടുള്ള ഒരു സർക്കിൾ ഉണ്ടാക്കുന്നതിൽ അവർ വിജയിക്കുന്നതൊക്കെ ഉണ്ടെങ്കിലും ഒരു വായനയോടുകൂടി ചില കാര്യങ്ങളെ സമീപിക്കുന്ന ആളുകളെ മാത്രമേ ഇവർക്ക് കിട്ടുന്നില്ല. അപ്പോൾ ഇവരുടെ എല്ലാ രചനാ പദ്ധതികളും ഇത്തരത്തിൽ തെറ്റായിട്ടുള്ള, അതായത് ഇവരെ സംബന്ധിച്ച് ചരിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചരിത്രത്തിൻ്റെ അടിസ്ഥാന തത്വത്തിനെതിരാണ്. അതായത് ചരിത്രം എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമ്മൾ വൈരാഗ്യം തീർക്കാനുള്ള ഒരു പരിപാടിക്കല്ല ചരിത്രം പഠിക്കുന്നത്, എങ്കിൽ നമ്മൾ പ്രതികാരം തീർക്കുന്നതിന് വേണ്ടിയല്ല ഒരിക്കലും ചരിത്രം എഴുതപ്പെടുന്നു. അപ്പം RSSനെ സംബന്ധിച്ച് അല്ലെങ്കിൽ സംഘപരിവാർ ആളുകളെ സംബന്ധിച്ച് ചരിത്രം എന്ന് പറഞ്ഞാൽ പ്രതികാരം തീർക്കുക. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ബാബറി മസ്ജിദ് വരുന്നത്. അപ്പോൾ അത് യാതൊരു ജനാധിപത്യം അല്ലെങ്കിൽ അങ്ങാതിരി സങ്കല്പങ്ങളൊന്നും ഇല്ലാത്ത ഒരു സമൂഹത്തിൽ സംഭവിച്ചതിന് നമ്മൾ ഇന്ന് പ്രതികാരം വീട്ടുവാണ്. അപ്പം അങ്ങനെ പ്രതികാരം വീട്ടു പോയി കഴിഞ്ഞാൽ ഇന്ത്യയിൽ അയിത്തജാതികാരെന്തായിരിക്കും പ്രതികാരം? അങ്ങനെയാണെങ്കിൽ ഇതിന് പണ്ടേ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും കൊന്ന് തീരേണ്ട സമയം കഴിഞ്ഞു. അപ്പം ഇവരെ സംബന്ധിച്ചൊരു പ്രതികാരം വീട്ടുക, ചരിത്രത്തിന് വിരുദ്ധമായിട്ടുള്ള ഇവർ ഇമാജിൻ ചെയ്യുന്ന അല്ലെങ്കിൽ ഇവർ പറഞ്ഞു കൊടുക്കുന്ന ഒരു വിശാല ഹിന്ദു സമൂഹത്തിനെതിരാണ് ചരിത്ര രേഖകളെല്ലാം. എല്ലാവരും ഒരേപോലെ ജാതിയും പ്രശ്നങ്ങളും നേരിട്ടവരാണ് എന്ന് പറയുമ്പം അവരുടെ ആ ഒരു ഭൂതകാല നിർമ്മിതിക്ക് വലിയ കോട്ടം നിൽക്കുന്നത്. അതുകൊണ്ടാണ് അവർ എപ്പോഴും ചരിത്രത്തിൽ ഇങ്ങനെ ഇടപെടാനുള്ളൊരു ശ്രമം ഇങ്ങനെ നടത്തുന്നതാണ്. നമുക്കിനി സംവരണത്തിലേക്ക് വരാം. ഇപ്പോൾ സംവരണം എന്ന് പറഞ്ഞാൽ ജാതി സംവരണം എടുത്തു കളഞ്ഞിട്ട് സാമ്പത്തിക സംവരണം കൊണ്ടുവരണം എന്നുള്ളതായിരുന്നു കുറേ കാലങ്ങളായിട്ടുള്ള പലരുടെയും ആവശ്യം. അവസാനം അത് സാമ്പത്തിക സംവരണം നടപ്പിലാക്കി, 10% സാമ്പത്തിക സംവരണം എന്നുള്ളത് നടപ്പിലായി കഴിഞ്ഞു. അതിനുശേഷം ഇനി ഈ സംവരണ വിഭാഗങ്ങളിൽ ഉപജാതി സംവരണം കൊണ്ടുവരണം എന്നുള്ളതാണ്. ഈ ഉപജാതി സംവരണം കൊണ്ടുവരുന്നത് സംവരണ വിഭാഗങ്ങൾക്കിടയിൽ ഒരു ഭിന്നതയ്ക്ക് കാരണമാകും എന്നുള്ള തരത്തിലുള്ള റീഡിങ്ങുകളുണ്ട്. അതിൽ എന്താണ് വിനിലിൻ്റെ ഒരു കാഴ്ചപ്പാട്? ഇത് സംവരണത്തിനൊരു പ്രശ്നം ആകെ കുഴപ്പമില്ല. ഇതൊരു കൃത്യമായ ഒരു സൊല്യൂഷൻ ഇല്ലാത്തൊരു പ്രശ്നം തന്നെയാണ് സംവരണം എന്ന് പറഞ്ഞാൽ. എല്ലാവർക്കും ഒരേപോലെ സ്വീകാര്യമായിട്ടുള്ളൊരു കാര്യം വരുന്നില്ല, തർക്കമില്ല. എങ്കിലും പോസിറ്റീവ് ഡിസ്ക്രിമിനേഷൻ നമുക്കില്ലാതെ ഇന്ത്യയുടെ ഒരു സാഹചര്യത്തിൽ, ജാതി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ നമുക്കതില്ലാതെ സാധിക്കത്തുമില്ല. അപ്പോൾ ഈ ഉപസംവരണത്തെ സംബന്ധിച്ച് വലിയ ചർച്ചകൾ വലിയ നിരീക്ഷകരൊക്കെ മുന്നോട്ടൊക്കെ വെക്കാറുണ്ടെങ്കിലും കൃത്യമായ ഒരു ഉത്തരം എന്നെ സംബന്ധിച്ചൊരു ചരിത്ര വിദ്യാർത്ഥി എന്ന നിലയിൽ എനിക്കും അങ്ങനെ കൃത്യമായ ഉത്തരം പറയില്ല. എങ്കിലും ചില നിരീക്ഷണങ്ങൾ ഇങ്ങനെയാണ് തോന്നുന്നത്. ഒന്നാമത് ഈ ഉപസംവരണം ഒരു സൈഡിൽ നമ്മൾ ആവശ്യമാണ് എന്ന നിലയിൽ നമ്മൾ പരിശോധിക്കുമ്പോഴും അത് ന്യായമായിട്ടുള്ള ചില നിമിഷങ്ങളിലേക്ക് നമ്മൾ എത്തിച്ചേരാറുണ്ട്. പലപ്പോഴും പല വിഭാഗങ്ങൾ, ഇപ്പം സംവരണ വിഭാഗങ്ങളിൽ തന്നെ വിദ്യാഭ്യാസ ഉദ്യോഗസ്ഥ മേഖലകളിലെ സംവരണങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ അവിടെ ഒരു വിഭാഗത്തിനാണ് കൂടുതൽ പ്രാതിനിധ്യം ലഭിക്കുന്നത്. പ്രാതിനിധ്യമാണ് സംവരണത്തിൻ്റെ ബേസിക് ലക്ഷ്യമെങ്കിലും ആ ലക്ഷ്യത്തിനെ സാധീകരിക്കുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട്. ഇപ്പം ഞാനവിടെ ഡൽഹിയിലൊരു സ്ഥാപനത്തിലാണ് പഠിച്ചത്. അപ്പോൾ അവിടെ JNUവിൽ നമ്മൾ കാണുന്നത് ഇപ്പം ST റിസർവേഷൻ കാണുന്ന, അല്ലെങ്കിൽ JNUവിലോ അല്ലെങ്കിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ കാണുന്ന ST റിസർവേഷൻ, പട്ടികവർഗ റിസർവേഷൻ നമ്മൾ പരിശോധിച്ചാൽ അവിടെ എത്തുന്ന സ്റ്റുഡൻസിൽ ഒരു 90% നോർത്ത് ഈസ്റ്റുകാരായിരിക്കും വരുന്നത്. അപ്പോൾ സാധാരണക്കാരായിട്ടുള്ള അല്ലെങ്കിൽ മറ്റ് സ്റ്റേറ്റിൽ നിന്നുള്ള, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ നിന്നോ വയനാട്ടിൽ നിന്നോ അട്ടപ്പാടിയിൽ നിന്നോ ഒക്കെ തുടങ്ങി പല സൗത്ത് ഇന്ത്യൻ അല്ലെങ്കിൽ വേറെ സ്റ്റേറ്റിൽ നിന്നുള്ള ആദിവാസി കുട്ടികളുടെ എണ്ണം വളരെ കുറവ്. വെറും 10% കഷ്ടിച്ച് കാണുള്ളൂ. 90% വരുന്നത് ഈ നോർത്ത് ഈസ്റ്റുകാരാണ്. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ മദർ ടങ് ഇംഗ്ലീഷാണ്. അവർ അത്യാവശ്യം സാമ്പത്തികപരമായി വേറൊരു ശേഷിയുള്ള മനുഷ്യരാണ്. അപ്പോൾ ഇവരുമായിട്ട് ഒരിക്കലും നമ്മുടെ വയനാട്ടിലെയോ അല്ലെങ്കിൽ തമിഴ്നാട്ടിലെയോ ഒന്നും ഒരു ആദിവാസികളും അവരുമായിട്ട് മത്സരിക്കത്തില്ല. അപ്പം അതൊരു പ്രധാന പ്രശ്നം തന്നെയാണ്. വിദ്യാഭ്യാസ മേഖലയുടെ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനങ്ങളിൽ ഉദ്യോഗസ്ഥരെ പരിശോധിച്ചാൽ ഈ കാഴ്ച തന്നെ നമ്മൾ കാണുന്നത്. അവിടെയും കൂടുതലായി നിൽക്കുന്ന നോർത്ത് ഈസ്റ്റുകാർ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ കേരളത്തിലേക്ക് വരുമ്പോൾ ഇതേ വിഷയം തന്നെയുണ്ട്.
പ്രത്യേകിച്ച് ആദിവാസികളെ പരിശോധിക്കുമ്പം മലയര വിഭാഗത്തിനാണ് മുൻതൂക്കം കിട്ടുന്നത്. മലയരയെ സംബന്ധിച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ അവർക്ക് ക്രിസ്ത്യൻ വിഭാഗത്തിലുള്ള, അതായത് ആദിവാസികളെ സംബന്ധിച്ച് ഒരു പ്രധാന രീതി ഇതാണല്ലോ, ക്രിസ്ത്യാനി ആയാലും അവർ ഏത് മതവിശ്വാസത്തിൽ പോയാലും അവർക്ക് സംവരണമുണ്ട്. അപ്പം അവരെ സംബന്ധിച്ച് അവർക്ക് സ്വന്തമായി സ്കൂളും കോളേജും നിരവധി ഹയർ സെക്കൻഡറി സ്കൂളുകളുമുണ്ട് ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ടവർക്കും. ഇപ്പം ഹിന്ദു വിശ്വാസത്തിൽ നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്കും സ്വന്തമായി കോളേജുകളും സ്ഥാപനങ്ങളും ഉള്ള, അതായത് സ്വന്തമായി ഒരു മറ്റ് സമുദായങ്ങൾ, പ്രബല സമുദായങ്ങളെ പോലെ സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടു പോകാൻ ശേഷിയുള്ള ആദിവാസികളും ഉണ്ട്, കേരളത്തിൽ ഉണ്ടായി വന്നിട്ടുണ്ട്. അപ്പം ഇവരും അട്ടപ്പാടിയിലെ അല്ലെങ്കിൽ വയനാട്ടിലെ പണിയരും തമ്മിൽ മത്സരിക്കുന്ന ഒരു നിമിഷമാണ് ഇതിൻ്റെ അകത്തുണ്ട്. അതൊരു യാഥാർത്ഥ്യം തന്നെയാണ്, ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇനി അതേ സമയത്തിൽ പട്ടികജാതിയിൽ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട വിമർശനം വരുന്നത്, ഈ പട്ടികജാതിയിൽ സംവരണത്തിനകത്ത് 70% പുലയരായിട്ടുള്ള ആളുകൾക്കാണ് ജോലി കിട്ടുന്നത് എന്ന് പറഞ്ഞ ഒരു വാദമാണ് ഉന്നയിക്കുന്നത്. ബാക്കി കുറേയധികം കൊച്ചു കൊച്ചു ജാതികളാണ്, അവർക്കൊന്നും തന്നെ സംവരണം കിട്ടുന്നില്ല എന്നുള്ളൊരു, അല്ലെങ്കിൽ അവർക്ക് അതിൻ്റെ ഒരു യാതൊരു ബെനിഫിറ്റും കിട്ടുന്നില്ല. അപ്പോൾ ഇതൊരു നമ്മൾ പ്രാഥമികമായി നോക്കുമ്പോൾ യാഥാർത്ഥ്യം തന്നെയാണ്, തെറ്റില്ല, അത് ശരിയായിട്ടുള്ള കാര്യം തന്നെയാണ്, ഇങ്ങനെ തന്നെയാണ് അതിൻ്റെ ഒരു രീതി പോകുന്നത്. എന്നാൽ നമ്മൾ ഇതിനെ ഇനി ഇവർ മുൻപോട്ട് വെക്കുന്ന വാദങ്ങളെ നമ്മൾ ക്രിട്ടിക്കലായിട്ട് നോക്കുമ്പോൾ, അതായത് ഇവർ പ്രധാനമായും പറഞ്ഞ ഇപ്പോൾ ഹരിയാനയും പഞ്ചാബിലും ബംഗാളും തമിഴ്നാട്ടിലൊക്കെ ചില ഇടങ്ങളിലൊക്കെ ചില തരത്തിലുള്ള സംവരണ വിഭാഗങ്ങൾക്കിടയിൽ നിന്ന് പ്രശ്നങ്ങളൊക്കെ മുൻപോട്ട് വന്നു, കോടതിയിൽ വിചാരണ ചെയ്യപ്പെടുകയും അങ്ങനെ അതിൻ്റെ ഭാഗത്തിൽ ചില വിധികളൊക്കെ പറഞ്ഞു. ആ വിധിയുടെ അടിസ്ഥാനത്തിലാണ് സുപ്രീം കോടതി ഇങ്ങനെ ഒരു വിധി പറഞ്ഞിരിക്കുന്നത്, ഉപസംവരണം ഏർപ്പെടുത്തണം. അതായത് ആളുകൾ മുന്നോട്ട് വെച്ചൊരു പ്രധാന വാദം, നിലവിൽ ഡാറ്റ ഇല്ലാതെയാണ്, എന്തിനാണ് ഉപസംവരണം എന്ന ആ ചോദ്യത്തിന് ഒരു ഡാറ്റയും ഇല്ലാതാണ് സുപ്രീം കോടതി ഇങ്ങനെ ഒരു വിധി പറഞ്ഞെന്ന് പറയുന്നു. എന്നാൽ വേറൊരു കൂട്ടർ പറഞ്ഞ അങ്ങനെയല്ല, ഈ പഞ്ചാബിലെ ഹരിയാനയിലും മറ്റ് സ്റ്റേറ്റുകളിൽ നടന്ന വാദങ്ങളുടെ ഡാറ്റ ഉപയോഗിച്ചിട്ടാണ് ഇവരിത് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളൊരു കാര്യവും പറഞ്ഞു. അപ്പം ഇനി ഇതിനകത്തൊരു പ്രശ്നം എന്ന നിലയിൽ നമ്മൾ കാണുന്നത്, ഇതെങ്ങനെ പരിഹരിക്കും എന്നുള്ളതിനെ സംബന്ധിച്ചൊരു യാതൊരു ധാരണയും വേറൊരു രീതിയിൽ പറയുന്നുണ്ട്. നമ്മുടെ സ്റ്റേറ്റ് അത് ചെയ്യത്തില്ല എന്നുള്ളത്, ഉപസംവരണം ഇല്ല എന്നുള്ളൊരു നിലപാട് കേരളം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അപ്പം ഇനി ഇതിൻ്റെ അകത്ത് നമ്മൾ പരിശോധിച്ചു, ഇപ്പം കേരളത്തിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ, ഇപ്പം ഈ പട്ടികജാതി പട്ടികവർഗത്തിന് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ വളരെ കൃത്യമായി എല്ലാ 10 വർഷം കൂടുമ്പോഴും അവരുടെ സെൻസസ് വളരെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നതാണ്. അപ്പം അങ്ങനെ നോക്കുമ്പം 10-38 ലക്ഷത്തോളമാണ് നമ്മൾ അവസാന സമയങ്ങളിൽ വരുന്നത് പട്ടികജാതികൾ. അതിലേറ്റവും പ്രബല വിഭാഗം എന്ന നിലയിൽ കാണുന്നത്, അല്ലെങ്കിൽ ഏറ്റവും ജനസംഖ്യ കൂടിയ വരുന്നത് പുലയ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ തന്നെയാണ്. പുലയരും ചെറുമരും വരുന്ന ഒരു വിഭാഗത്തിൽ വരുന്നതാണ്. അപ്പോൾ ഇവർക്ക് തന്നെ ഏകദേശം ഒരു 4% സംവരണം കൊടുക്കണം, അങ്ങനത്തെ ഒരു ഡിമാൻഡുകളാണ് വരുന്നതെങ്കിൽ ഇവർക്കുടെ പോപ്പുലേഷൻ അനുസരിച്ച് ഇവർക്ക് മാത്രമായിട്ട് 4-5% സംവരണം. അപ്പോൾ ആ ഒരു കാര്യം ഒരിക്കലും പോസിബിൾ അല്ല. അപ്പം ഇത് വല്ലാതൊരു കുഴഞ്ഞ ഒരു കാര്യം തന്നെയാണ്. പിന്നെ സർവോപരി ഇതിനെ സംബന്ധിച്ചുള്ള വിമർശനം മുന്നോട്ട് വെക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ഇതിനെ ഞാനും നോക്കി കാണുന്നത്, ഇതിനകത്ത് ഒന്നാമത്തെ കാര്യം, ഇതൊരു ഉപസംവരണം ഏർപ്പെടുന്നതോടുകൂടി വേറൊരു രൂപത്തിലേക്ക് കാര്യങ്ങളെ മറിയുകയും ഇവിടെ അടിസ്ഥാനപരമായി ഇവിടെ ഇല്ലാതാകുന്നത് ഈ സാമ്പത്തിക സംവരണം ആണ് വളരെ പ്രധാനപ്പെട്ട ഒരു സംവരണ സിസ്റ്റമായി വരും. ജാതി സംവരണത്തിനപ്പുറമായി സാമ്പത്തിക സംവരണമാണ് ഇവിടെ വേണ്ടത് എന്നുള്ളതിനെ സ്ഥാപിച്ചെടുക്കുന്ന ഒരു പദ്ധതി തന്നെയാണ് ഈ ഉപസംവരണം എന്ന് പറയുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സംവരണ വിഭാഗങ്ങൾക്കകത്ത് ആരാണ് പാവപ്പെട്ടവർ, ഈ ഒരു ചോദ്യത്തിലൂടെയാണ് ഇവർ പോകുന്നത്. സംവരണ വിഭാഗങ്ങൾ കുറേ പേരുണ്ട്, അതിൻ്റെ അകത്ത് ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ആളുകളെയാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് അത് വളരെ നിഷ്കളങ്കമായൊരു വാദമായിട്ട് തോന്നാം. പക്ഷെ ആ വാദം ഒരിക്കലും ഒരു ജനാധിപത്യ സിസ്റ്റത്തിലോ അല്ലെങ്കിൽ സംവരണം വിഭാവന ചെയ്യപ്പെട്ടതിൻ്റെ ഓപ്പോസിറ്റ് സഞ്ചരിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു വാദം വരികയും അത് അനുവദിച്ചു കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും വീണ്ടും സാമ്പത്തിക സംവരണമാണ് ഏറ്റവും നല്ല സംവരണം എന്ന നിലയ്ക്ക് വരികയും, ഈ ജാതികൾ എന്ന് വെച്ചാൽ ജാതി ഇല്ലാതായി തീരുന്നത് വീണ്ടും കുഴപ്പം പിടിച്ച കാര്യമാണെന്നുള്ളതല്ല, അല്ലെങ്കിൽ ജാതി ഇല്ലാതാകുന്ന സാമ്പത്തിക സംവരണം ഏറ്റവും മോശമായിട്ടുള്ള പ്രവർത്തനം ആയതുകൊണ്ട് മാത്രമാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇവിടെ ജാതിയെ സംബന്ധിച്ചുള്ള അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു സാമൂഹികപരമായിട്ടുള്ള ബഹിഷ്കരണമാണ് ഏറ്റവും വളരെ പ്രധാനപ്പെട്ടത്. അതിനെ അഡ്രസ്സ് ചെയ്യാതെ ഈ സാമ്പത്തിക ശേഷിയെ മാത്രം വെച്ചുകൊണ്ടിരിക്കുക കഴിയുമ്പോൾ നമ്മൾ ചിലയിടങ്ങളിൽ ചില പ്രാതിനിധ്യങ്ങളൊക്കെ ലഭിക്കും. അപ്പോൾ നമ്മൾ ബാക്കി കാര്യങ്ങൾ, ഇപ്പം പൊളിറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ വരുന്ന സമയങ്ങളിലും അല്ലെങ്കിൽ മറ്റ് പല അട്രോസിറ്റി പോലുള്ള കാര്യങ്ങളൊക്കെ വരുന്ന ഇടങ്ങളിലാണ് ഇത് വലിയ കുഴപ്പമായിട്ട് നിൽക്കുന്നത്. ഈ പട്ടികജാതി പട്ടികവർഗത്തെ സംബന്ധിച്ച് ഡിസൈൻ ചെയ്യപ്പെട്ടിരിക്കുന്ന ഈ കേവലമായി ഏതെങ്കിലും ഒരു സ്കൂളിൽ പോകുന്നതോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജോലിയിലെ ഒരു കാര്യത്തിൽ മാത്രമല്ല സംവരണത്തിൻ്റെ ഒരു പ്രസക്തി കിടക്കുന്നത്. അല്ലെങ്കിൽ പട്ടികജാതിയും പട്ടികവർഗവുമാക്കി അവരെ മാറ്റി നിർത്തിയിരിക്കുന്നത് കുറച്ച് പേരെ പള്ളിപ്പുറത്ത് പഠിപ്പിച്ചേക്കാം എന്നുള്ള നിലയ്ക്ക് മാത്രമല്ല, അവർക്ക് കുറേ സാമൂഹ്യ പരിരക്ഷകളുണ്ട്. അപ്പോൾ അതില്ലാതെ ജീവിക്കുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യം. അപ്പോൾ അതും കൂടെ ഇല്ലാതാവുകയാണ് ഒരേ സമയം. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഉപസംവരണം വരുന്നതോടുകൂടി ഗ്രാജുവലി സാമ്പത്തിക ശേഷിയെ സംബന്ധിച്ചുള്ള ഒരു ആലോചനയിലേക്ക് വരികയും അങ്ങനെ വേറൊരു തരം സൊസൈറ്റി അല്ലെങ്കിൽ ഇവർ പറയുന്ന പോലത്തെ
ഒരു കാര്യങ്ങൾ വളരെ ഈസി ആയിട്ട് നേടിയെടുക്കാൻ സാധിക്കും എന്നൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ അകത്ത് പ്രശ്നങ്ങളുണ്ട് ഇല്ല ഉണ്ടെന്നുള്ള തർക്കമൊന്നുമില്ല. ഇവർക്ക് മാത്രമല്ല, ഇപ്പം നമ്മൾ OBCക്കകത്ത് പരിശോധിച്ചാലും കുഴപ്പങ്ങൾ തന്നെയാണ്. അല്ലെങ്കിൽ കേരളത്തിനെ സംബന്ധിച്ച് ഈ പ്രൊഫഷണൽ വിദ്യാഭ്യാസ മേഖല പരിശോധിച്ചാൽ ഈ ഉപസംവരണത്തിന് ആവശ്യകത ഇപ്രായം കിടക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം, അല്ലെങ്കിൽ ആവശ്യകതയല്ല, ഇങ്ങനത്തെ ഒരു പ്രശ്നം ചൂണ്ടിക്കാണിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. ഇപ്പം ഈ ദളിത് ക്രൈസ്തവർ, പട്ടികജാതിയിൽ നിന്ന് ക്രിസ്തുമതം സ്വീകരിച്ച ആളുകൾ, SCCC എന്ന് പറഞ്ഞ വിഭാഗവും പ്രൊഫഷണൽ വിദ്യാഭ്യാസ മേഖലയിൽ ഈ നാടാർ ക്രിസ്ത്യൻസ്, SIUC നാടാർ എന്ന് പറയുന്നത്, ഇപ്പം SIUC ഇതര നാടാർ എന്ന് പറഞ്ഞൊരു വിഭാഗം, ഇങ്ങനെ 3 പേര് കൂടിയാണ് സംവരണം പങ്കിടുന്നത്, 1% സംവരണം പങ്കിടുന്നു. അപ്പോൾ അവിടെ സംഭവിക്കുന്നത് ഈ പട്ടികജാതിയിൽ നിന്ന് ക്രിസ്തുമതം സ്വീകരിച്ച ആളുകൾക്ക് സീറ്റുകളൊന്നും തന്നെ കിട്ടുന്നില്ല. ഇപ്പം മെഡിക്കൽ അഡ്മിഷൻ, പ്രൊഫഷണൽ വിദ്യാഭ്യാസത്തിൻ്റെ മേഖലയിൽ വരുന്ന എല്ലാത്തിനും നോക്കിയാൽ 70-80% ചെറിയ തിരുവനന്തപുരം ജില്ലയിൽ മാത്രമുള്ള ഒരു ജാതി വിഭാഗത്തിനാണ് കിട്ടുകയും ആ സമയം ഇപ്പറയാൻ നിൽക്കുന്നത്, അത് രണ്ടുപേരും പങ്കിടുന്നതുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം വരുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ പട്ടികജാതിയുടെ അതേ ഒരു ആംഗിളിൽ ഇതിനെ കാണാൻ പറ്റത്തില്ല. അപ്പോൾ ഇതൊരു, എന്നാലും ഇത് പറയുകയും വേണം, ഇതൊരു കുഴപ്പം പിടിച്ചൊരു വിഷയം തന്നെയാണ്. അപ്പം വേറൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ജാതി സെൻസസ് ഇതിനൊരു പരിഹാരം സാധ്യമാക്കും. ജാതി സെൻസസിലൂടെ നമുക്ക് വേറൊരു തരം ഒരു ഡേറ്റ വരികയും ആ ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ മൊത്തത്തിൽ സംവരണം ഡിസൈൻ ചെയ്യണം. EWSൻ്റെയും OBCയുടെയും എല്ലാത്തിനും ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ പിന്നെയും ഒരു ക്രമീകരണം ഉണ്ടാകുമെന്നാണ് നമുക്ക് തോന്നുന്നത്. അല്ലാതെ ഇതിൻ്റെ ഉള്ളിൽ ഒരു സബ് ഡിവിഷൻ ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ട് കാര്യമില്ല. ഇപ്പോൾ പട്ടികജാതി സംവരണത്തിന് ഏറ്റവും വലിയ, അല്ലെങ്കിൽ പട്ടികവർഗത്തിൻ്റെ ഒരു പ്രധാന പ്രശ്നം കിടക്കുന്നത് ഈ സംവരണത്തിൻ്റെ, ഇപ്പോൾ ആദ്യ സമയം നമ്മൾ കേരളത്തിൻ്റെ കോൺടെക്സ്റ്റിൽ തന്നെ ആലോചിക്കുമ്പോൾ, കേരള സംസ്ഥാന രൂപം കൊണ്ട് ഈ സംവരണ സിസ്റ്റം വരുന്ന സമയത്ത് ഈ ഈഴവർക്ക് അല്ലെങ്കിൽ ETB എന്ന് പറഞ്ഞ് അനുവദിച്ചിരിക്കുന്ന ഒരു സംവരണ തോത്, അല്ലെങ്കിൽ ലത്തീൻ കത്തോലിക്കർക്ക് അനുവദിച്ചിരിക്കുന്ന സംവരണ തോത്, പട്ടികജാതിക്കാർക്കും അനുവദിച്ചിരിക്കുന്ന സംവരണ തോത്. അപ്പോൾ ഈഴവ വിഭാഗത്തിൻ്റെ അകത്ത് നാളെ ആരും വന്നിട്ട് പറയുന്നില്ല ഞാൻ ഈഴവനാണെന്ന് പറഞ്ഞാലും കൂടുന്നില്ല. ലത്തീൻ കത്തോലിക്ക സഭയിൽ ഇത് പറഞ്ഞ പോലെ തന്നെ വരുന്നില്ല, മുസ്ലിങ്ങളിലും അതുപോലെ തന്നെ വരുന്നില്ല. അതേസമയം പട്ടികജാതിക്കാരുടെ ഒരു പ്രശ്നം കിടക്കുന്നത്, പട്ടികജാതിക്കാർക്ക് ആദ്യം അനുവദിച്ചിരിക്കുന്ന സംവരണ തോതൊന്നാണ്, പക്ഷേ അതിൻ്റെ അകത്ത് പല ജാതികൾ കൂടുന്നുണ്ട്, അവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുക. അതായത് പോപ്പുലേഷൻ വർദ്ധിക്കുന്നു എന്നുള്ള അർത്ഥത്തിലല്ല, അതായത് മറ്റു പല ജാതികളും ക്ലെയിം ചെയ്യുകയും ചില കേസുകൾ നയിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് പട്ടികയിൽ ഉൾപ്പെടുന്ന ആളുകളുണ്ട്, പട്ടികവർഗത്തിലേക്ക് ഉൾപ്പെടുന്ന ആളുകളുണ്ട്. പട്ടികവർഗത്തിൽ നിന്ന് ഇപ്പോൾ വയനാടൻ പോലെയെന്ന് പറഞ്ഞ കമ്മ്യൂണിറ്റി, അവരെ പട്ടികവർഗമായിരുന്നു, അവരെ വേറൊരു ദിവസം വരുമ്പോഴത്തേനും അവരെ പട്ടികജാതിക്കാരായി മാറ്റി. അപ്പം പട്ടികജാതിക്ക് അനുവദിച്ചിരിക്കുന്ന സംവരണ തോത് മാറ്റമില്ല, പക്ഷെ അവരുടെ എണ്ണം പല കമ്മ്യൂണിറ്റികളെ കൂട്ടുന്നുമുണ്ട്. അപ്പോൾ അതിലൊന്നും ഒരു വ്യത്യാസം വരുന്നില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു കുഴപ്പം പിടിച്ച, അപ്പോൾ ജാതി സെൻസസും അതിൻ്റെ ഒരു ഡേറ്റയും വെച്ചിട്ട് പുതിയൊരു ഡിസൈൻ ആലോചിക്കുകയാണെങ്കിൽ എന്തെങ്കിലും കുറച്ച് പരിഹാരങ്ങൾ ഇതിനുള്ളിൽ കാണാം, അല്ലെങ്കിൽ അതൊരു പരിധിയോളം നമുക്ക് പ്രയോജനപ്പെടുമെന്നാണ് തോന്നുന്നത്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ ഉപജാതി സംവരണം വേണം എന്നാവശ്യപ്പെടുന്ന സംവരണ വിഭാഗത്തിലുള്ള പലരും ഉണ്ട്, പല വിഭാഗങ്ങളും ഇപ്പോൾ ഉപജാതി സംവരണം ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഭിന്നതയിലേക്ക് വരുന്നു എന്നുള്ളത് ഇതൊരു രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമാണ് എന്ന സംശയം കൂടി ഉയർത്തുന്നുണ്ട്. അത് സ്വാഭാവികമായിട്ടും അങ്ങനെ തന്നെയാണ്. അവർ സാമ്പത്തിക സംവരണത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് വരുന്നത്. അവരുടെ ഒരു, നമ്മൾ ആദ്യം സൂചിപ്പിച്ചല്ലേ, ചരിത്രത്തിൻ്റെ കാര്യത്തിൽ ഉള്ള തെറ്റിദ്ധാരണകൾ പ്രകടിപ്പിക്കുന്ന പോലെ തന്നെ ഇതിനെ അപ്രസക്തമാക്കുക, അല്ലെങ്കിൽ ചരിത്രത്തെ എറേസ് ചെയ്ത് തെറ്റായ ചരിത്രം പ്രചരിപ്പിക്കുന്ന പറഞ്ഞ തന്നെ സംവരണ സിസ്റ്റവും കുഴപ്പം പിടിച്ചതാണെന്നും അതിന് അകത്ത് ഈ ജാതി നിലനിർത്തുന്ന ഒരു പ്രധാന ഘടകം. ഇപ്പം അതേസമയം ഇവർ ഇങ്ങനെ പറയുമെങ്കിൽ ഇവരെ സംബന്ധിച്ചും എല്ലാ പാർട്ടികളെ സംബന്ധിച്ചും ദളിത് മോർച്ചയും പട്ടികജാതി മോർച്ചയും പിന്നോക്ക ജാതി സമാജങ്ങളും ഇമാതിരി കാര്യങ്ങൾ വേറൊരു സൈഡിൽ കൂടെ നിൽക്കുന്നുണ്ട്. എങ്കിലും അവർ സർവോപരി ഇതിൻ്റെ അകത്തൂടെ ചെയ്യുന്നത് ഇതിനെ ഇല്ലാതാക്കി വേറൊരു തരം സിസ്റ്റം ക്രമീകരിക്കുക എന്നുള്ളൊരു ഹിഡൻ അജണ്ട തന്നെയായിട്ടാണ് നമുക്കിതിനെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഈ അസംഖ്യം സംഘടനകൾ എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു ജാതി സംഘടനകൾ എല്ലാ കാലത്തും ഉണ്ട്. ഇപ്പോൾ സംഘടനകളുടെ എണ്ണം കൂടിയിട്ടുണ്ട്, അവരുടെ ഒരു ദൃശ്യത കൂടിയിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. ഇങ്ങനെ ഉണ്ടാകുന്ന ഡിസ്കോഴ്സുകൾ ഇപ്പോൾ ദളിതുകളുടെ അല്ലെങ്കിൽ പട്ടികവർഗ വിഭാഗങ്ങളുടെ മൊത്തത്തിലുള്ളൊരു ഐക്യം എന്നൊരു ഒരു സംഗതിയെ തന്നെ ഇല്ലാതാക്കുന്ന ഒരു രൂപത്തിലേക്ക് വരത്തില്ല. ഇങ്ങനെയുള്ള സംവരണവാദം, ഇപ്പോൾ ജാതി സംവരണത്തിൽ ഉൾപ്പെടെ ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള വാദങ്ങൾ അതൊരു പ്രശ്നമാകുന്നില്ല എന്നുള്ളത്. അതൊരു പ്രശ്നമാണ്. അത് ഇതിനകത്ത് വേറൊരു ദളിത് സംഘടനകൾ നേരിടുന്ന, അല്ലെങ്കിൽ ദളിതരായിട്ടുള്ള ആളുകൾ മേൽ ആരോപിക്കപ്പെടുന്നൊരു പ്രധാന കാര്യമാണ്, നിങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്ന് കഴിഞ്ഞാൽ കാര്യമൊക്കെ ആയിട്ട് നടക്കും എന്നുള്ളൊരു രീതിക്കാണ് പറയുന്നത്. അപ്പോൾ അത് ഒരിക്കലും മനുഷ്യനെ സംബന്ധിച്ച് സാധ്യമല്ല. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ഒരു സംഘടനയുടെ ആവശ്യമുള്ളൂ. നമ്മൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിലെ ആളുകൾ സംതൃപ്തരല്ലായിരുന്നു. അവർ ബ്രിട്ടീഷ് ഭരണത്തിന് എതിരെ പോരാടേണ്ടി വന്നത് ഒറ്റ കുടക്കീഴിൽ നിന്നുകൊണ്ടല്ല എന്നുള്ളത് നമുക്ക് വ്യക്തമാണ്. അപ്പോൾ അത് പലതരത്തിലുള്ള സംഘടനകളും, അതായത് അവർ ആരും സ്വതന്ത്രമല്ലായിരുന്നു എന്ന കാരണത്താലാണ് അവർ പല സംഘടനകൾക്കകത്ത്
അല്ലെങ്കിൽ പലതരം സ്വാതന്ത്ര്യ സമര മൂവ്മെന്റുകൾ ഉണ്ടായി വരുന്നതിന്റെ കാരണം നമുക്ക് സ്വാതന്ത്ര്യം ഇല്ലായിരുന്നു എന്നായിരുന്നു അതിന്റെ കാരണം. അപ്പോൾ അതേ രീതിക്ക് തന്നെ പട്ടികജാതി സംഘടനകൾ പ്രസ്ഥാനങ്ങളെ പരിശോധിക്കുമ്പോൾ അവർ നിരവധി സംഘടനകൾ ഉണ്ടാക്കുന്നതിന് പിന്നിൽ ഉണ്ടാകുന്ന ഒരു കാരണം ഇതാണ്. അവർ പട്ടികജാതി നിരവധി വിവേചനങ്ങൾ നേരിടുന്നുണ്ടെന്നുള്ളതാണ് ഒരു പ്രധാന പ്രശ്നം. ഇനി രണ്ടാമത് ഇതിനുള്ളിലെ ഒരു ഐക്യത്തെ ഈ ഉപജാതി സംവരണം കളയുന്നുണ്ട് എന്നുള്ള അല്ലെങ്കിൽ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതൊരു ഒരു വാദം തന്നെയാണ്, തർക്കമില്ലാത്ത കാര്യമാണ്. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള മൂവ്മെൻറ്റുകൾ ആദ്യ സമയങ്ങൾ മുതൽ തന്നെ പലപ്പോഴും പല ഇടങ്ങളിൽ കേരളത്തിൻ്റെ ഹിസ്റ്ററി പരിശോധിച്ചാൽ തന്നെ പലതരത്തിലുള്ള സംഘടനകളെ ഒരുമിപ്പിച്ചുകൊണ്ടുള്ള ചില ഒരു അംബ്രല മൂവ്മെൻറ്റ് എന്നുള്ള നിലയ്ക്കൊക്കെ നമ്മൾ കാണുന്നൊക്കെയുണ്ട്. അതൊന്നും വിജയകരമായി പോയിട്ടില്ല. എന്നാൽ സമീപ സമയങ്ങളിൽ കഴിഞ്ഞൊരു 10 വർഷത്തിനിടയിൽ ഇതിൽ വലിയ മാറ്റമുണ്ടായി. അത് ഉണ്ടാകുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല കൊച്ചു കൊച്ചു ദളിത് സംഘടനകളും ജാതി സംഘടനകളെല്ലാം കൂടെ ഒരുമിച്ച് ചേരുകയും ഇവർക്ക് ഒരു ദേശീയ തലത്തിലുള്ളൊരു ഒരു നെറ്റ്വർക്ക് ഉണ്ടാകുവാനുമൊക്കെ സാധിക്കുന്നുണ്ട്. അതായത് സംഘപരിവാർ പോലുള്ള ആളുകൾ അല്ലെങ്കിൽ മറ്റു പല രാഷ്ട്രീയ പാർട്ടികൾക്കും വിഭാവന ചെയ്യാൻ സാധിക്കാത്ത രീതിയിലുള്ള ഒരു കൊടുക്കൽ വാങ്ങലുകൾ പല നേതാക്കന്മാരെയും വിളിച്ചുകൊണ്ട് വരുന്ന ഒരു ദളിത് ഒരു നെറ്റ്വർക്ക് വ്യാപകമായ രീതിയിൽ മുൻപത്തേക്കാൾ കൂടുതൽ ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്. പല അക്കാദമിഷ്യന്മാരെയും വിളിച്ചുകൊണ്ട് വരിക അല്ലെങ്കിൽ പല ലീഡേഴ്സിനെയൊക്കെ വിളിച്ച് നമ്മുടെ നാട്ടിൽ കൊണ്ടുവരിക, നമ്മുടെ ഇവിടുന്ന് തിരിച്ച് അങ്ങോട്ട് പോവുകയൊക്കെ ചെയ്യുന്ന. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവർ ഒന്നാണ് എന്നുള്ള രീതിയിലുള്ളൊരു തരം ഒരു കൂട്ടം ചേരുന്നുണ്ട്. അപ്പോൾ ഇതും ഇവരെ സംബന്ധിച്ച് ഭയപ്പെടുന്നുണ്ട്. ഇത് തർക്കമില്ലാത്ത കാര്യമാണ്. ഈ ഒരു ഐക്യത്തെ പ്രത്യേകിച്ചിപ്പം കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗം മാത്രം ഒറ്റക്കെട്ടായിട്ട് നിന്നാൽ തന്നെ വലിയൊരു വോട്ട് ബാങ്കാണ്, തർക്കമില്ല. അപ്പം അത് സ്വാഭാവികമായിട്ടും പല സംഘടനകൾ ഇപ്പം ഈ സണ്ണി കബിക്കാടിൻ്റെയൊക്കെ ചില ഈ സമീപ സമയങ്ങളിൽ അവരുടെ പ്രവർത്തനങ്ങൾ ദളിത് സമുദായ മുന്നണി എന്നൊക്കെ പറഞ്ഞ് ഒരു മൂവ്മെൻ്റൊക്കെ വരുന്നു. അപ്പോൾ അതിൽ നിരവധി സംഘടനകൾ ഉള്ളതാണ്. അപ്പോൾ അത് സ്വാഭാവികമായിട്ട് ഏതൊരു രാഷ്ട്രീയ പാർട്ടിക്കാരെയും ഭയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അതിനെ ഇല്ലാതാക്കണമെങ്കിൽ അതേസമയം അതിൻ്റെ നടുവിലേക്ക് ഒരു ഉപസംവരണം എന്ന് പറഞ്ഞ സാധനം ഇടുമ്പോഴത്തേനും അതിൻ്റെ അതും കുറേ പ്രശ്നങ്ങൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതേസമയം അതൊരു ഉപസംവരണത്തിലൂടെ ഒരു മെച്ചപ്പെട്ടൊരു അവസ്ഥയിലേക്കാണ് പോകുന്നതെങ്കിലും ഓക്കെ, നമുക്കതിനെ അംഗീകരിക്കാം. പക്ഷെ അത് ഉപസംവരണത്തിലൂടെ ഒരിക്കലും അതൊരു ഈ വേറൊരു തരം വിവേചനം അവിടെ സൃഷ്ടിക്കുന്നുണ്ട്. അതൊരു സൊല്യൂഷൻ അല്ല ഒരിക്കലും. അത് ഈ ഒരു വിഭാഗം ആളുകൾക്ക് ഒരു റെപ്രസെൻറ്റേഷൻ ഉണ്ടാക്കി കൊടുക്കുന്നതാണെങ്കിൽ അത് ഓക്കെ, നമുക്ക് സൊല്യൂഷൻ എന്ന നിലയിൽ തന്നെ എടുക്കാൻ സാധിക്കും അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാം. പക്ഷേ ഇതൊരിക്കലും ഒരു സൊല്യൂഷൻ അല്ല, അത് വീണ്ടും വലിയൊരു ഡിസ്ക്രിമിനേഷൻ ഉണ്ടാക്കുന്ന ഒരു രീതി തന്നെയാണ് ഈ സബ് റിസർവേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം. അതാണ് അതിൻ്റെ ഒരു പ്രധാന പ്രശ്നമാണ്. ഈ ചാതുർവർണ്ണത്തെക്കുറിച്ചും ജാതി വിവേചനത്തെക്കുറിച്ചും ഒക്കെ പറയുമ്പോൾ സവർണ ജാതിക്കാരും അതുപോലെ തന്നെ അവർണരും എന്നുള്ള ഒരു ഡിവിഷനാണ് നമ്മളെപ്പോഴും പറയാറുള്ളത്. പക്ഷേ ഈ അയിത്ത ജാതിക്കാർ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ താഴ്ന്ന ജാതിക്കാർ എന്ന് പറയുന്ന ആ ഒരു വിഭാഗങ്ങൾക്കിടയിലും ഉച്ചനീചത്വം ഉള്ള ഒരു രീതിയുണ്ട്. അത് അന്നും നിലവിലുണ്ട്, ഇപ്പോഴും നിലവിലുണ്ട്. ഈ ഒരു ഉച്ചനീചത്വത്തെ, ഈ ഒരു വിവേചനത്തെ ഇല്ലാതാക്കാൻ നമുക്ക് ദളിത് രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ എന്നൊരു ചോദ്യം കൂടി പ്രസക്തമല്ലേ? അല്ല, അത് ശരിയാണ്. നമ്മൾ ഈ അതായത് ദളിത് പ്രസ്ഥാനങ്ങളോ അല്ലെങ്കിൽ ഈ ജാതിക്കെതിരായി സംസാരിക്കുന്ന ആളുകൾ നമ്മൾ ബേസിക്കായിട്ട് ഇപ്പോൾ ബ്രാഹ്മണവാദം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അതൊരിക്കലും ബ്രാഹ്മണരെ കുറ്റപ്പെടുത്തുക എന്നുള്ളതല്ല. ഇപ്പോൾ ബ്രാഹ്മണരായിട്ടുള്ള സുഹൃത്തുക്കളും സഹപാഠികളും ഒക്കെ നമുക്ക് എല്ലാവർക്കും തന്നെ ഉണ്ട്. ഇപ്പോൾ എല്ലാവരെയും നമ്മൾ ഈ സംസാരിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാ ആളുകൾക്കും തന്നെ ബ്രാഹ്മണരായിട്ടുള്ള സുഹൃത്തുക്കളും കൂട്ടുകാരും എല്ലാവിധ ആളുകളും ഉണ്ട്. നമ്മളവിടെ പ്രധാനമായും മുൻപോട്ട് വെക്കുന്ന ഒരു പ്രശ്നം ജാതിയും അതുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലുള്ള ഒരു നിയമ സംഹിതയാണ്, ബ്രാഹ്മണ ഇതിൽ തന്നെയാണ്. രണ്ടാമത്തെ ഒരു പ്രധാന കാര്യം അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരിക്കലും ഇത് മേൽത്തട്ടിൽ മാത്രമല്ല ഈ ജാതിയുടെ പ്രശ്നം നിലനിൽക്കുന്നത്, താഴെത്തട്ടിലും വളരെ ശക്തമാണ്. ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ പണ്ടത്തെ നമ്മൾ ഈ പൊല്യൂഷൻ്റെയൊക്കെ ഒരു പീരീഡിനെ സംബന്ധിച്ചുള്ള ഒരു കാര്യം പരിശോധിക്കുമ്പോൾ ഇപ്പോൾ ഒരു പുലയ വിഭാഗത്തിൽപ്പെട്ട ആൾ ഒരു പറയനെ കണ്ടു കഴിഞ്ഞാലും തീണ്ടല്ല. അപ്പോൾ ഈ പുലയൻ പോയി ഈ 3 വട്ടം കുളത്തിൽ പോയി മുങ്ങി കുളിച്ച് ശരിയായെങ്കിലും ഉള്ളൂ, പറയനെ തൊട്ട് കഴിഞ്ഞിട്ട് വന്നു കഴിഞ്ഞ് 3 വട്ടം കുളിച്ചാലും ഉള്ളൂ പുലയൻ ശുദ്ധനാവുള്ളൂ. ഇതേ രീതി തന്നെയാണ് പറയാൻ പുലയനെ കണ്ടു കഴിഞ്ഞാലും കുഴപ്പമാണ്. ഈ പറയാൻ പോയി കുളത്തിൽ പോയി മുങ്ങി പോയി കുളിച്ച് 3 വട്ടമോ 4 വട്ടം കുളിച്ചാലുള്ളൂ പറയാനും ശുദ്ധനാവുള്ളൂ. അപ്പോൾ ഇത് മേൽത്തട്ട് മുതൽ താഴ്ത്തട്ട് വരെ ശക്തമായി നിൽക്കുന്ന ഒരു ബോധമാണ്. അപ്പോൾ ആ ബോധമാണ് ജാതി എന്ന് പറയുന്നത്. അത് കേവലമായ ബ്രാഹ്മണർക്കിടയിലോ നായന്മാർക്കിടയിലോ മാത്രമല്ല, ഇത് ഒരേപോലെ തന്നെ പുലയർക്കും പറയർക്കും കുറവർക്കും അയിനവർക്കും എല്ലാവർക്കും ഇടയിൽ നിൽക്കുകയാണ്. അപ്പോൾ ഈ ഒരു കാര്യം ഇല്ലാതാകുക എന്നുള്ളതാണ് ഇപ്പം അംബേദ്കറൊക്കെ ആൾ വിഭാവന ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ പറയുന്നത്. സ്വാഭാവികമായിട്ട് അതാണ് ഇന്റർകാസ്റ്റ് മാരേജിൻ്റെ ഒരു പ്രധാന ഒരു പ്രസക്തി എന്ന് പറയുന്നത്. അവിടെ അത് മാത്രമാണ് നമുക്കൊരു സൊല്യൂഷനായിട്ട് വരുള്ളൂ. അതല്ലാതെ ഇത് കൃത്യമായി ഇപ്പം നമ്മൾ ആദ്യം സൂചിപ്പിച്ച മാട്രിമോണിയൽ കോളങ്ങൾക്കകത്തും ഇതേ ലോവർ കാസ്റ്റിൽപ്പെട്ട എന്ന് പറയുന്ന അല്ലെങ്കിൽ പട്ടികജാതിയിൽപ്പെട്ട ആളുകൾ വളരെ കൃത്യമായി ഇപ്പം നമ്മളും കാണുന്നില്ല പട്ടികജാതിയിൽ നിന്ന് വിവാഹം ആലോചിക്കുന്നു
എന്ന് പറഞ്ഞാൽ നമ്മളൊരു കാർഡും കണ്ടിട്ടില്ല. അല്ലെങ്കിൽ പട്ടികവർഗ്ഗക്കാരിൽ നിന്ന് വിവാഹം ആലോചിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു പട്ടികവർഗ്ഗക്കാരനും കൊടുക്കുന്നില്ല. പട്ടികജാതിയിൽ നിന്നാണ് ഞാൻ വിവാഹം കഴിക്കാൻ പോണതെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പട്ടികജാതിക്കാരനും പരസ്യം കൊടുക്കുന്നില്ല. പട്ടികജാതിക്കുള്ളിൽ ഏതാണോ അവരുടെ ജാതി, ആ ജാതി പേരിൽ തന്നെയാണ് അവരും വിവാഹ പരസ്യം കൊടുക്കുന്നത്. അപ്പോൾ ഇത്, അതായത് ജാതി എന്ന് പറഞ്ഞൊരു പ്രധാന പ്രശ്നം, അത് ഒരിക്കലും മുകളിലല്ല താഴെ മാത്രമല്ല, ഇതെല്ലായിടത്തും വളരെ കൃത്യം. അപ്പോൾ ഇത് പരിഹരിക്കപ്പെടാനാണ്. അപ്പോൾ ഇതിനെ അഡ്രസ്സ് ചെയ്യാൻ ചില ആളുകൾ ശ്രമിക്കാറുണ്ട്. സ്വാഭാവികമായിട്ട് ഇതിനെ അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗം എന്ന നിലയിൽ പട്ടികജാതിക്കാർക്കിടയിൽ ഒരു ഒന്നിപ്പുണ്ടാക്കുക, അത് സ്വാഭാവികമായിട്ടും ഈ ദളിതരായിട്ടുള്ള ആളുകളെ സംഘടിപ്പിക്കുക എന്നുള്ള രീതിയിൽ പലതരത്തിലുള്ള ജാതി സംഘടനകൾ ലയിച്ചു ചേർന്ന് ഒരു മൂവ്മെൻ്റായി വരിക എന്നുള്ളതാണ് ജാതി വിരുദ്ധമായിട്ടുള്ളൊരു പ്രവർത്തനമായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ എണ്ണം വളരെ കുറവാണ്. കേരളത്തിനെ സംബന്ധിച്ച് ജാതി അടിമുടി ജാതിയിലാണ്, മുകളിലും താഴെയും കൃത്യമായി ജാതി ഇങ്ങനെ ശക്തമായി നിലനിൽക്കുകയാണ്. അപ്പോൾ ഇതൊരിക്കലും ഒരു പരിഹരിക്കപ്പെടാത്ത പ്രശ്നമായിട്ട് തന്നെ ഇങ്ങനെ നിൽക്കുകയാണ്. അതാണ് നമ്മളൊരു ഏറ്റവും വലിയൊരു കുഴപ്പമായിട്ട് കാണുന്നത്.